ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ മാത്രമല്ല എങ്ങനെ ഹെന്ന ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൽ ഒരു 4 തൊട്ട് 5 ഗ്രാമ്പ് വരെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം തിളപ്പിക്കുകയാണ്. അത് അത്യാവശ്യം ബോയിൽ ചെയ്യുന്ന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 തൊട്ട് 2.5 സ്പൂൺ വരെ ചായപ്പൊടി ഇടുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഹെന്നയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമ്പ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെന്നയ്ക്ക് കുറച്ചും കൂടി നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ നമ്മളിതിൽ മുട്ടയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ സ്മെല്ല് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമ്പ് ഇടുന്നത്. അപ്പം ഈ ചായപ്പൊടി തിളച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ സ്ലിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടെ അതങ്ങോട്ട് എന്താ പറയുക നന്നായിട്ട് അതിൻ്റെ സത്ത് ആ വെള്ളത്തിലേക്ക് കിട്ടുന്ന അത്രയും വരെ അത് തിളപ്പിക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്കാണെങ്കിൽ കളർ ചെയ്ത മുടി വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറിൽ നിൽക്കും. അപ്പോൾ ആ കളറിൽ നിൽക്കാനൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള സിൽക്കി സോഫ്റ്റ് ഹെയർ കിട്ടാനൊക്കെ ഈ ഹെന്ന ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിൽ യൂസ് ചെയ്യുന്നത് പതഞ്ജലിയുടെ മെഹന്തി പൗഡറാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇല എടുത്തിട്ട് അരച്ചിട്ട് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിതാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം +2 ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഒറിജിനൽ മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉണക്കനെല്ലിക്കയാണ്. അതിൻ്റെ കുരു വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊരു തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഇത് നല്ലോണം അത് കുതിർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ അതിട്ടിട്ട് ആ വെള്ളം പിന്നെ എക്സ്ട്രാ വെള്ളം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ട് അരിഞ്ഞോളും. അതിന് ശേഷം അത് അരച്ചെടുക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു പേസ്റ്റ് പരുവായി കിട്ടും. ആ കുരു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടെ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഉണക്കനെല്ലിക്ക കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഹെന്ന പൗഡർ ആഡ് ചെയ്യാം. ഞാൻ അതിനുശേഷം പിന്നെ നമ്മൾ ആ തിളപ്പിച്ച് വെച്ച ചായപ്പൊടിയും ഗ്രാമ്പും ഇട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലോണം സിലിക്കാൻ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. ഞാൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കും. ഞാൻ +2 ഒക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ എപ്പോഴും ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴാണ് ഹെയർ ഫോളൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ആൻറ്റി സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഹെന്ന ചെയ്താൽ മതി. അതുവരെ ഹെന്ന എന്താണെന്ന് അറിയാൻ കൂടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മഞ്ഞ ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഞാനത് മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞയും വെള്ളയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഹൈ ഇൻ പ്രോട്ടീൻ ആണല്ലോ മുട്ട എന്ന് പറയുന്നത്. നമ്മുടെ മുടിക്ക് എപ്പോഴും പ്രോട്ടീൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ട ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ മുടി ഇത് വെച്ചിട്ട് ഭയങ്കര തിക്ക് ഹെയർ ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കുള്ള മുടി ഭയങ്കര സിൽക്കി ആൻഡ് സോഫ്റ്റ് ആണ്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണത് എൻ്റെ മുടിക്കുള്ളത്, ബ്ലാക്ക് അല്ല. അപ്പോൾ അതിനൊക്കെ ഈ ഹെന്ന ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് അതിലേക്ക് നാരങ്ങ ഇടാം. ഒരു നാരങ്ങ മുഴുവനായിട്ട് ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ഇട്ടത്. ഒരു നാരങ്ങ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഈ താരനും പേനൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ നമുക്ക് ഈ നാരങ്ങ മാത്രമായിട്ട് നമ്മുടെ തലയിൽ തേച്ചാലും ഈ താരനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഈ മിക്സറിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ഒഴിക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് എന്ന് വെച്ചാൽ ഈ ഹെന്ന ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മുടി ഒട്ടും എന്താ പറയുക എണ്ണയില്ലാത്ത പോലെ തോന്നുകയാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ചൊരു 10 ഡ്രോപ്സ് ഒക്കെ എണ്ണ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഏത് എണ്ണയാണെങ്കിലും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നോർമലി അത് ഇടാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒട്ടും എണ്ണയില്ലാത്ത പോലെ തോന്നില്ല. എന്താ പറയുക ആ ഒരു ഫീലിംഗ് ഒന്ന് മാറും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേടാണ്. കേട് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. നന്നായിട്ട് നമ്മുടെ മുടീനെ കണ്ടീഷൻ ആൻഡ് മോയ്സ്ചറൈസിങ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് കേട് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിക്സ്ചർ അതിലേക്ക് എന്താ പറയുക നന്നായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ മിക്സ്ചറും തമ്മിൽ ഒരു പേസ്റ്റ് പരുവാകുന്ന അത്രയും നമ്മൾ കേട് ആഡ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ വെള്ളം അങ്ങനെ അധികം ആഡ് ചെയ്യേണ്ട. അവസാനം നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അത് മതി. അപ്പോൾ ഇതിലേക്ക് കേട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള ഒരു നമുക്കിത് ഈ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ മുടി ചോക്കും എന്നുള്ളത്. മൈലാഞ്ചി ഇടുമ്പോൾ ആക്ച്വലി നമ്മുടെ നരച്ച മുടികളുണ്ടല്ലോ അത് മാത്രമേ വിസിബിളായിട്ട് നമുക്ക് ചോന്ന പോലെ തോന്നുള്ളൂ. ബാക്കി ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന മുടി മൊത്തം ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കിടക്കുക. എന്നാൽ വെയിൽ തട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു നല്ല എന്താ പറയുക നല്ല കളർ ഉണ്ടാവും, ഒരു നല്ലൊരു ബർഗണ്ടി പോലത്തെ ഒരു കളർ ഉണ്ടാവും. എനിക്കാണെങ്കിൽ ആ കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹെന്ന കൂടുതൽ നല്ലത്. അങ്ങനെ കളർ നരച്ച മുടി ഹൈഡ് ചെയ്യാം അങ്ങനത്തെ പർപ്പസിനൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ നമ്മുടെ നല്ല തലയ്ക്ക് നല്ലൊരു തണുപ്പാണ് കേട്ടോ. ആക്ച്വലി ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ തലവേദനയുടെ റാണിയാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യലുണ്ട്. അപ്പോൾ അത് ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് ശരിക്കും. അപ്പോൾ അതിനും ഒക്കെ ഒരു നല്ലൊരു എന്താ പറയുക കണ്ടീഷൻഡ് ആയിട്ടിരിക്കാനൊക്കെ നമുക്കൊരു ഈ ഹെന്ന അപ്ലൈ ചെയ്ത് നല്ല സുഖമാണ്. നല്ല തണുപ്പാണ് കേട്ടോ എനിക്കതാണ് എൻ്റെ ആക്ച്വലി ഇഷ്ടമുള്ള കാര്യം. ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ 2 മണിക്കൂറൊക്കെ തേച്ചിരിക്കാറുണ്ട്. കാരണം എനിക്കങ്ങനെ കോൾഡ് ഇല്ലാത്ത നേച്ചറാണ്. കോൾഡ് ഉള്ളവരാണെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂറൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നോർമലി ഇത് ഉച്ചരിങ്ങിട്ടാണ് തേക്കാറ്. അങ്ങനെ ഒരു കുറച്ച് നേരം ഞാനിതിങ്ങനെ വെക്കാറുണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം ഇത് ഇരുമ്പ് ചട്ടിയിലാണ് വെക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയിലും വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഏറ്റവും വൃത്തിയായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാൻ നിൽക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു കോംബോ ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു അധികം നല്ല ഡ്രസ്സ് ഇടണ്ട എന്ന് ഉദ്ദേശിച്ചത്. അതിനുശേഷം നമ്മുടെ മുടി നമുക്ക് ഇങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് ഏറ്റവും ക്രൗൺ ഏരിയയിൽ നിന്ന് നമുക്ക് കൈ വെച്ചിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യാം, പക്ഷേ ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ എനിക്ക് കൈയാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ടാൽ ആ ഹെന്നയുടെ സ്റ്റെയിൻ നമ്മുടെ കയ്യിലേക്ക് ആവില്ല. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച ക്രൗൺ ഏരിയയിൽ നിന്ന് നമുക്കൊരു കുറച്ചൊരു സ്ട്രാൻഡ് ഹെയർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആദ്യം ആ ഹെയർ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എത്ര അറ്റം വരെയും അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിങ്ങനെ താഴ്ത്തിക്ക് ഇടുക. അതിനുശേഷം ബാക്കി താഴ്ന്ന് കിടക്കുന്ന നമുക്ക് എത്ര ലെങ്ത്തുള്ള മുടിയാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റും. താഴ്ന്ന് കിടക്കുന്ന ആ ഭാഗം മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പതിയെ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് അതിനുശേഷം അതൊരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെക്കാം. അപ്പോൾ അതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അത് നല്ലോണം അവിടെ ഒട്ടി നിന്നോളും. അതിനുശേഷം അതിൻ്റെ അടുത്തുനിന്ന് വേറൊരു സ്റ്റാൻഡ് എടുക്കുക. നമ്മൾ വലിയ ചിരിപ്പ് വെച്ച് ചികി വെച്ചുകൊണ്ട് അങ്ങനെ മുടിയിഴകളൊന്നും ഒട്ടിക്കെടുക്കുന്നുണ്ടാവില്ല, എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്ട്രാൻഡ്സ് എടുക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു 1/2 ഇഞ്ച് തിക്നെസ് ഉള്ളൊരു സ്ട്രാൻഡ് എടുക്കുക. അതിനുശേഷം സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്തിട്ട് അതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കെട്ടി വെക്കുക കേട്ടോ. അപ്പം ഈ പ്രോസസ്സ് നമുക്ക് എല്ലാത്തിലും ചെയ്യാം. ഞാൻ എൻ്റെ എന്താ പറയുക ബാക്കിലാണ് ഹെന്നയുടെ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് എടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അത് അവസാനം വരെ എത്തണ വരെ നമുക്കിങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഫ്രണ്ടിലുള്ള മുടികളാണ് ആദ്യം ചെയ്ത് തീർക്കാറ്. എന്നിട്ട് അവസാനം ഞാനിങ്ങനെ അതിങ്ങനെ അപ്പോൾ ബാക്കിലുള്ള മുടികൾ ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു പാർലറിൽ പോയി ചെയ്യുന്ന ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം എനിക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ അലങ്കോലമായിട്ട് തേച്ച് വയ്ക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം മുടികളിലേക്കും എത്തില്ല, ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു സ്ട്രാൻഡ് പോലും വിടാതെ എല്ലാ സ്ട്രാൻഡിലേക്കും ഈ ഒരു മിക്സ്ചർ എത്തിക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഫ്രണ്ടിലത്തെ ഹെയർ സെക്ഷൻസിൽ ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കൈ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. കയ്യിലിപ്പോൾ ഒരു ഗ്ലൗസ് ഇടുകയാണെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെയിൻ നമ്മുടെ കയ്യിലാവില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി കയ്യിലെന്തോ മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ചുവപ്പ് കളറായിട്ടുണ്ടാവും. അണിയനായിട്ടാണ് ആയിട്ടുണ്ടാവുക, ബട്ട് സ്റ്റിൽ എനിക്കതിൻ്റെ ആ ഒരു മണവും ആ കയ്യിൽ മൈലാഞ്ചി ഇരിക്കുന്ന ഒരു ഫീലും എൻ്റെ മണം പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടമില്ല കേട്ടോ, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൈവച്ചിടുന്നത്. പിന്നെ ഞാൻ ബ്രഷ് വെച്ച് ട്രൈ ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല, പക്ഷെ അതെനിക്ക് കൂടുതൽ മെസ്സി ആയിട്ടാണ് തോന്നിയേക്കുന്നത്. പക്ഷേ കൈയാകുമ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ അവസാനം ബാക്കിലത്തെ മുടിയും ഒക്കെ എടുത്ത് ഓരോരോ സെക്ഷനായിട്ട് അറ്റ് എ ടൈം എടുത്ത് മുഴുവനും ഇങ്ങനെ കുറച്ച് സമയം എടുക്കും. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. കാരണം ഒരൊറ്റ മുടിയുടെ പോലും വിട്ടുപോയില്ല. അങ്ങനെ എല്ലാതും ചെയ്ത് തേച്ച് നല്ലൊരു കുടം കമുത്തി വെച്ച പോലെയാവും അവസാനം. പക്ഷെ അത് പെർഫെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ മുഖത്തേക്ക് എന്തെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി കളയാം. അല്ലെങ്കിൽ അത് മുഖമൊക്കെ ചോന്നിരിക്കുമല്ലോ ഇട്ട് കഴിയുമ്പോൾ. അതൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. കറക്റ്റായിട്ടൊരു കുടം കമുത്തി വെച്ച പോലെ ഇരിക്കും. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നുള്ളൊരു ഫിനിഷിങ് ഉണ്ടാവും. പക്ഷേ കൈത് എങ്ങനെയായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹടാതെ ആകർഷിക്കും ആ സ്മെല്ല്. ഓക്കെ, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്ലൗസ് യൂസ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പറൊക്കെ ചുറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വെക്കുന്നത് ഒരു ഷവർ ക്യാപ്പാണ്. അത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം. അതിനുശേഷം നമുക്കൊരു ദിവസം കഴിഞ്ഞ് എണ്ണയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.